തണുപ്പ് സമയമാകുമ്പോൾ സന്ധ്യയ്ക്കൊക്കെ കഴിക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് ബജിയ. അതിനായി ഞാനിവിടെ കുറച്ച് പാലൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം സവാള ഉള്ളി കൂടി ചേർക്കുന്നുണ്ട്. സവാള ഉള്ളിയും പാലക്കും കൂടി ചേർത്ത് ഇന്ന് നല്ലൊരു ബജിയാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് അല്പം അയമോദകം അജ്വൈൻ ചേർത്ത് കൊടുത്തു. അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനാവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് പിന്നെ അതിലേക്ക് അല്പം മഞ്ഞൾ കൂടി ചേർത്ത് ആദ്യം ഒന്ന് കൈകൊണ്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കാതെ നമുക്ക് കുഴച്ചെടുക്കാം. ബജിയൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇതുപോലെ ചൂടോടുകൂടി കഴിക്കാൻ നല്ല ഒന്നാണ് പാലക്ക്. നല്ലതല്ലേ, കുട്ടികൾക്ക് കൊടുക്കാനായിട്ടും നല്ലതാണ്. പാലക്ക് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർക്കറിയാൻ പറ്റത്തില്ല ഇത് പാലക്കാണെന്ന്. ആരോഗ്യത്തിനൊക്കെ നല്ലതല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റിയാണ്. കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി കഴിച്ച് നോക്കുക. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോ ഒക്കെയാണ് എൻ്റെ ചാനലുള്ളത്. ഇനി ഇതുപോലെ ചെറിയ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും. ഞാനിതെല്ലാം ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. മീഡിയം തീയിൽ വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കുക, കുട്ടികൾക്കും കൊടുക്കുക. ഈ തണുപ്പ് സമയമാകുമ്പം ഇഷ്ടംപോലെ കിട്ടുന്ന ഒന്നാണ് പാലക്ക്. പാലക്ക് തീർച്ചയായിട്ടും കഴിക്കണം. പാലക്ക് ഇഷ്ടമല്ലാത്തവർ ഇങ്ങനെ തയ്യാറാക്കി നോക്കി കഴിക്കുക. ആ പാലക്കാണെന്ന് അറിയുകയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഇതെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഈ തണുപ്പ് സമയമാകുമ്പോൾ ഹിന്ദിക്കാർ ഏത് വീടുകളിൽ ചെന്നാലും നമുക്ക് അവർ ഇതുപോലെ സാധനങ്ങൾ ഉണ്ടാക്കിത്തരും. ബജിയ, ഒന്നിൽ ഉള്ളിയുടെ ബജിയ ഉണ്ടാക്കിത്തരും, അല്ലെങ്കിൽ പൊട്ടറ്റോയുടെ, അല്ലെങ്കിൽ പാലക്കിൻ്റെ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവർ തയ്യാറാക്കി ഈ സന്ധ്യാസമയത്തൊക്കെ അവർ കഴിക്കുന്ന ഒന്നാണ് ഈ ബജിയ. ഞാനതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മുളക് ഒന്ന് പൊട്ടിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അത് ഒരു പിച്ചാത്തി കൊണ്ടോ എന്തെങ്കിലും കുത്തിയിട്ട് വേണം നമ്മൾ മുളക് വറുക്കാൻ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പം നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഓക്കേ.